ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ദിവസത്തെക്കുറിച്ച് എന്താണ് പറയുക എന്നെനിക്കറിയില്ല. സ്വപ്നങ്ങളിൽ എപ്പോഴൊക്കെയോ കണ്ട ഒരു കാഴ്ച, ഒരു മായക്കാഴ്ച എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്ന് യാഥാർത്ഥ്യത്തിൽ വന്നിരിക്കുന്നു. വിശ്വപ്രസിദ്ധമായിട്ടുള്ള സൂര്യകാലടി മനയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്കിവിടെ ഒരു ഈവൻറ്റ് നടത്താനായിട്ട് സാധിച്ചു. സൈക്കിക് മീഡിയം തെരേസ മാഡത്തിൻ്റെ ഒരു പുസ്തകം, അതോടൊപ്പം എൻ്റെ ഒരു ബുക്കും ഇന്ന് ഇവിടെ വെച്ച് ധന്യമായ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾക്ക് അത് റിലീസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനെ തുടർന്ന് സൂര്യകാലടി മനയിലെ ഇപ്പോഴത്തെ കാരണവർ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ തിരക്കേറിയ സമയത്തിനുള്ളിൽ ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന് വേണ്ടി ഏതാനും നിമിഷങ്ങൾ അദ്ദേഹം നമുക്ക് അനുവദിച്ച് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം തിരുമേനി. നമസ്കാരം. അപ്പം നമ്മളോടൊപ്പം സൈക്കിക് മീഡിയം തെരേസ മാം ഉണ്ട്. മാമിൻ്റെ ഫേസ് വളരെയേറെ ഫെമിലിയറാണ്. ഇപ്പോൾ കേട്ടറിഞ്ഞ കഥകൾ എന്ന് പറയുന്നത് ധാരാളമാണ്. ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ കേട്ട മന്ത്രവാദ കഥകളുടെയും അതുപോലെ തന്നെ യക്ഷികളുടെയും അങ്ങനെയുള്ള ധാരാളം അപസർപ്പകമായിട്ടുള്ള സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ ഒരുപാട് ദിനരാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പേടിച്ച് ഉറങ്ങാതെ കിടന്ന രാത്രികളുമുണ്ട്. ഞാനിപ്പോൾ ഈ ചാനലുമായിട്ട് നടക്കുമ്പോൾ എൻ്റെ പഴയ ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, രാത്രി എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കിയ കാര്യമൊക്കെ അവർ അനുസ്മരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ശരിയായിരുന്നു. ആ ഭയങ്ങൾ യഥാർത്ഥത്തിൽ വളർന്ന് അതൊരു രോഗമായിട്ട് മാറുകയല്ല, പകരം അതിൻ്റെ പിറകിലുള്ള ആത്യന്തികമായ സത്യം എന്താണ്, അതിൻ്റെ തത്വം എന്താണ് എന്നുള്ളൊരു അന്വേഷണത്തിൽ വന്നു നിൽക്കുകയാണ്. അപ്പോൾ അന്ന് ധാരാളം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ സൂര്യകാലടി മന എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന രഹസ്യങ്ങൾ എന്താണ്? ഇത് കെട്ടുകഥകളാണോ, അതോ ആളുകൾ പറഞ്ഞ പൊടുപ്പും തൊങ്ങലും വെച്ച കഥകളാണോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു വൈബ്രേഷനുണ്ട്, ഒരു വല്ലാത്ത സ്പന്ദം നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ നിമിഷത്തിൽ ഇവിടുത്തെ കാരണവരായിട്ടുള്ള അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ അങ്ങയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആദ്യത്തെ ചോദ്യം നമ്മൾ സാധാരണ ഗണപതിക്ക് വെച്ച് തുടങ്ങുക എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലായിടങ്ങളിലും സാധാരണയായിട്ട് ഗണപതി ഹോമം സൂര്യോദയത്തിന് മുമ്പിലാണ് നടക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം സൂര്യോദയത്തിന് ശേഷമാണ് ഗണപതി ഹോമം നടക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. സൂര്യഭഗവാൻ നേരിട്ട് വന്നിട്ട് തിരിതെളിക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പൊരുളെന്ന് പറയാമോ? അത് ഇപ്പോൾ അവസാനം പറഞ്ഞ വാചകം യേശുദാസിൻ്റെ പാട്ട് കേട്ടിട്ടായിരിക്കും അല്ലേ? സൂര്യകാലടിയുടെ ഗണപതി ഹോമത്തിന് സൂര്യൻ തിരിതെറുക്കുന്നു എന്നൊരു പാട്ടുണ്ടല്ലോ, വായിച്ചറിഞ്ഞതാണ്. അല്ല, അതൊരു ഒരു കാവ്യാത്മകമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ എൻ്റെ ഒരു സങ്കല്പം ഇതാണ്, മഹാഗണപതി ആണ് ഇവിടെ ഉള്ളത്. മഹാഗണപതി എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് അനേകം ധ്യാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മഹാഗണപതി, അഥവാ അതിൻ്റെ അകത്തെ ഏറ്റവും വിശിഷ്ടമായത് എന്ന് പറയട്ടെ. എല്ലാം വിശിഷ്ടമാണ്, നമുക്കങ്ങനെ ഭേദങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഒരു സവിശേഷമായിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത് മഹാഗണപതി ധ്യാനം എന്ന് പറയുന്നതാണ്. മഹാഗണപതി എന്നാണ് എല്ലായിടത്തും പറയുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അവിടെ സാങ്കേതികമായിട്ട് എല്ലാം മഹത്തായതുകൊണ്ട് മഹാഗണപതി എന്ന് ഏത് ഗണപതിയെ പറഞ്ഞാലും വിരോധമൊന്നുമില്ല. പഴവങ്ങാടി ഗണപതി മഹാഗണപതി എന്നാണ് പറയുക, അല്ലെങ്കിൽ കൊട്ടാരക്കര ഗണപതി അതും മഹാഗണപതി എന്ന് പറയാറുണ്ട്. ഇതൊക്കെ മഹത്ത് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മഹാഗണപതി എന്ന് പറയാം. നേരെ മറിച്ച് സാങ്കേതിക അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് ബീജഗണപതി എന്നോ ബാലഗണപതി എന്നോ, ബാല അല്ല ബീജഗണപതി ഭാവത്തിലാണ് ഒട്ടുമിക്കവാറും നമുക്ക് അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളത്. ആ ബീജഗണപതി ഭാവത്തിലാണ്. നേരെ മറിച്ച് മഹാഗണപതി ധ്യാനത്തിൽ ഉള്ളത് ഒരുപക്ഷെ ക്ഷേത്രരീത്യാ തന്നെ ഇല്ല. അത് കുറച്ച് രഹസ്യാത്മകമായതുകൊണ്ടായിരിക്കണം അതങ്ങനെ ക്ഷേത്ര രീതിയിലേക്ക് വരാതിരുന്നതും. ഇതറിയാവുന്നവർ, അഥവാ ഇത് പാരമ്പര്യ ഉപദേശമായി ക്രമേണ ആ ക്രമത്തിൽ കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാർ അതിന് മുതിരാത്തതും. അത്ര പെർഫെക്റ്റായിട്ടുള്ളത് വേണമെന്നില്ല പബ്ലിക്കിന് എന്നോട്ട് വിചാരിച്ചിട്ടാകണം. നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ ഉപാസന പല ദേവതമാരുണ്ട്. അതൊക്കെ ക്ഷേത്രരീതിയാണ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സാമാന്യമായിട്ട് നമുക്ക് കാണാവുന്നത് ഈ എല്ലാവർക്കും പ്രാപ്യമാകാൻ പറ്റുന്നതായിട്ടുള്ള മഹാവിഷ്ണു, ശിവൻ ഇങ്ങനെയുള്ള ദേവതമാരുടെയാണ്. അതുകൊണ്ട് തന്നെ ഗണപതിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കണ്ടുവന്നിട്ടുള്ളത് ബീജഗണപതി ഭാവത്തിലാണ്. ഇവിടെ ഒരു പ്രത്യേകത തന്നെ മഹാഗണപതിയാണ് എന്നുള്ളതാണ്.
അങ്ങനെ മഹാഗണപതി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ പറഞ്ഞാൽ എടപ്പള്ളി ഗണപതി മഹാഗണപതിയാണ്. ഈ സാങ്കേതിക അർത്ഥത്തിൽ കേട്ടോ, അല്ലാതെ എല്ലാം മഹത്ത് തന്നെയാണ്. എനിക്ക് ഒരു ഗണപതിയോടും കുട്ടികളെ മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കി വെച്ച ഗണപതി ഈ സ്ഥാനത്ത് പോലും ആ ചൈതന്യം നമ്മൾ കണ്ടിട്ടുണ്ട്, അതിശക്തമായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും ചെറുതാണ് ഇത് ഇതിനേക്കാൾ വലുതാണ് എന്നൊന്നും പറയുന്നത് അതിൽ അർത്ഥമൊന്നുമില്ല. പൂർണ്ണമത പൂർണ്ണമിതം എന്ന് തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളതും അതാണ് ശരിയും, സത്യം അത് തന്നെയാണ്. ഞാനിവിടെ സാങ്കേതിക അർത്ഥത്തിൽ മാത്രം പറയുകയാണ്. മഹാഗണപതി എന്ന് പറയുന്നതായിട്ടുള്ള സാങ്കേതിക അർത്ഥത്തിൽ ഉള്ള ഒരു ഗണപതി ഉള്ളത് എടപ്പള്ളി ഗണപതിയാണ്. എടപ്പള്ളി ഗണപതിക്കും ഇവിടുത്തെ ഗണപതിക്കും ഒരേ രൂപവും ഭാവവും വലിപ്പവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസം മാത്രം, അവിടെ തുമ്പിക്കൈ ഇടംപിരിയാണ്, ഇവിടുത്തേത് വലംപിരിയാണ്. അതും ഒരു കൂടുതൽ കുറവായിട്ടൊന്നും പറയാൻ പാടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെയൊക്കെ കേൾവിക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. വലംപിരി ഗണപതി കുറച്ച് കേമത്വം കൂടുതലാണെന്നൊക്കെ ഒരു തോന്നലുണ്ടായേക്കാം. അതുകൊണ്ട് കേമത്വമല്ലത്, ഉപാസന സമ്പ്രദായത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമനുസരിച്ചാണ് ഈ ഇടതും വലതുമായിട്ട് മാറുന്നത് ഗണപതിയുടെ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു സാത്വിക ബ്രാഹ്മണ്യമൊക്കെയുള്ള ഇവിടത്തേക്ക് വലംപിരി ആണ് ഊർധ്വഗാമിയായിട്ടുള്ള പ്രവാഹത്തിന് അനുയോജ്യമാകും വിധം വലത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള തുമ്പിക്കൈയും. മറ്റേത് എടപ്പള്ളി ബ്രാഹ്മണനാണ് എന്നുണ്ടെങ്കിൽ പോലും അവർ ഭരണകർത്താക്കന്മാരും ആണ്. അതുകൊണ്ട് ആ രാജനീതി നടപ്പാക്കേണ്ട അവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ യോജിക്കുക ഒരു പക്ഷേ ഇടംപിരി ആയതുകൊണ്ടും രാജകീയമായിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടെ രാജസമോ ഒക്കെ ആയിട്ടുള്ള ഗുണങ്ങളോട് കൂടിയതും ആയിട്ടുള്ള അതാക്കണം എന്ന് വിചാരിച്ചതാകണം അത് ഇടംപിരിയാണ്. അപ്പോൾ ഇതാണ് സാമാന്യേന ഇങ്ങനെ രണ്ട് നമുക്ക് അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന മഹാഗണപതി വിധാനത്തിലുള്ള സ്ഥലങ്ങൾ. ഇനി ഇവിടുത്തെ അതിനും ഒരു സവിശേഷതയും കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യമണ്ഡലത്തിൽ അഥവാ സൂര്യനിൽ ആണ് മഹാഗണപതി. സൂര്യമണ്ഡല മധ്യവർത്തിയായിട്ടുള്ള ഇതാണ് ഈ മഹാഗണപതി. അതുകൊണ്ട് സൂര്യന് വളരെ പ്രാധാന്യമുണ്ട്. സൗരോപാസനയും ഗാണപത്യോപാസനയും രണ്ടും ഇവിടെ വളരെ പ്രത്യേകമായിട്ട് ഉണ്ട്. ഇപ്പം മന്ത്രവാദികളിൽ ഷൺമന്ത്രവാദികൾ എന്നൊക്കെ പറയുമല്ലോ, പാരമ്പര്യ മന്ത്രവാദികൾ എന്ന് പറയുമല്ലോ, അതിൽ പെട്ടവരാണ് ഞങ്ങൾ. മറ്റ് ഈ മന്ത്രവാദ പാരമ്പര്യത്തിലുള്ള കാട്ടമാടോ കല്ലൂരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ശാക്തേയം സമ്പ്രദായമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശാക്തേയം ഇല്ല എന്നല്ല, പക്ഷേ അതിനേക്കാൾ പ്രധാനമായിട്ട് സൗരവും ഗാണപത്യവുമാണ് ഇവിടുത്തെ പാരമ്പര്യത്തിൽ നമുക്ക് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മെർജായിട്ടുള്ള ഒരു സമ്പ്രദായത്തിൽ നോക്കുകയാണെങ്കിൽ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് ഇവിടുത്തെ ധ്യാനം ഗണപതിയുടെ. ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ സാന്നിധ്യം വേണം ഗണപതി ഈ ഹോമത്തിനോ ഗണപതി പൂജയ്ക്കോ ഒക്കെ എന്നാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ നിത്യേനയുള്ള ഗണപതി ഹോമത്തിന് ഉദയത്തിന് ശേഷമാണ് പതിവുള്ളത്. എന്ന് മാത്രമല്ല ഒരു വിളക്ക് വയ്ക്കുക എന്നൊരു സമ്പ്രദായമില്ല. വിളക്ക് വയ്ക്കേണ്ടത് സൂര്യനില്ലാത്തപ്പോഴാണ് വിളക്ക് വയ്ക്കേണ്ടതെന്നാണ് പറയുക. അലങ്കാരത്തിന് വയ്ക്കാൻ ധാരാളം വിളക്കൊക്കെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉദയത്തിന് മുൻപ് നടത്തുന്ന സൂര്യനില്ലാത്തപ്പോഴാണ് സാക്ഷി വിളക്ക് വയ്ക്കേണ്ടത്. ഇവിടെ അങ്ങനെ ഒരു പതിവില്ല. ഇനി എത്ര വിശദമായിട്ട് നടത്തുകയാണെങ്കിലും അങ്ങനെ ഒരു വിളക്ക് വയ്ക്കുക അങ്ങനെ പതിവില്ല. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത് ഇതാണ്, സൂര്യൻ്റെ സാന്നിധ്യത്തോടു കൂടിയാണ് ഗണപതി ഹോമം നടത്തേണ്ടത്. എന്ന് മാത്രമല്ല ഇവിടെ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഒന്നുണ്ടെങ്കിൽ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിലാണ് ഗണപതി ഉള്ളത്. അതുകൊണ്ട് ആയിരിക്കണം ഈ പറയുന്ന ഉദയത്തിന് ശേഷം ആണ് ഗണപതി ഹോമം അങ്ങനെയായിട്ട് വരാൻ കാരണം തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് അടുത്ത് ചോദിക്കുന്നത്, അപ്പോൾ ഓംകാരപ്പൊരുളിൻ്റെ അർത്ഥമന്വേഷിച്ച് പോയ അല്ലെങ്കിൽ അർത്ഥമന്വേഷിച്ച് പോയവർക്ക് പിതാവിന് തന്നെ ഓംകാരത്തിൻ്റെ പൊരുൾ ഉപദേശിച്ചു കൊടുത്ത ആളാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അങ്ങയുടെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. അപ്പം അങ്ങ് ഉപാസിക്കുന്ന ഗണപതി എന്ന് പറയുന്നത് ഈ ഓംകാരപ്പൊരുളിൻ്റെ ഒരു എന്താ പറയുക സാക്ഷാത്കരിക്കപ്പെട്ട രൂപമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കോമ്പിനേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഓംകാരപ്പൊരുൾ തന്നെയാണോ, ഓംകാരപ്പൊരുൾ വികരിച്ച് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം എന്നുള്ളൊരു ശാസ്ത്രമാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഈ ഏതൊരു ദേവതയെ പൂജിക്കുകയാണെങ്കിലും അതിൻ്റെ പൂർത്തീകരണത്തിന് രണ്ട് സംഗതികൾ കൂടെ വേണ്ടതുണ്ട്. ഒന്ന് ഗുരുവും മറ്റൊന്ന് ഗണപതിയും. ഗണപതിയും ഗുരുവും അഥവാ ഗുരുവും ഗണപതിയും ഇല്ലാതെ
ഒരു പൂജയും സാധ്യമല്ല. ഒരു ദേവൻ്റെ ഇപ്പോൾ തന്ത്രശാസ്ത്ര രീതിയാ നോക്കിയാൽ ഒരു ദേവതയെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു ദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുക, അതുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചൈതന്യഹാനിക്ക് ദൂഷിതമാകുന്നതാണ്. അപ്പോൾ അതായത് ഒരു ശിവക്ഷേത്രത്തിൽ ആ ശിവന് വൈഷ്ണവമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക അഥവാ അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്ട്രാ ചൈതന്യം വളർന്നു വരികയല്ല ചെയ്യണത്. മറിച്ച് ഉള്ള ചൈതന്യത്തിന്, ശൈവ ചൈതന്യത്തിന് ഹാനി സംഭവിക്കുകയും ദൂഷിതമാവുകയും ഒക്കെ ചെയ്യും. നവീകരണം നടത്തണമെന്നാണ് പറയുക. ഇവർ പരസ്പരം വിരോധമുള്ള അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് എടുക്കരുത് കേട്ടോ. അങ്ങനെയല്ലല്ലോ ഈ ദേവന്മാരെ നമ്മൾ എടുക്കേണ്ടത്, ദേവതാ സങ്കല്പങ്ങളും മന്ത്രത്തിനും ഒക്കെ എടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഈതര മറ്റൊരു മന്ത്രം, അന്യമന്ത്ര യജനം, അതുപോലെ അവിടത്തേക്ക് പറയപ്പെടാത്തതായിട്ടുള്ള അന്യമന്ത്ര പുഷ്പപൂജനം, ഇതൊക്കെയും ചൈതന്യഹാനി ഉണ്ടാക്കും. ഇവിടെ പക്ഷേ മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഗുരുവിനും ഗണപതിക്കും പൂജിക്കാതെ ഒരു ദേവനെയും പൂജിക്കാൻ പറ്റില്ല. അതായത് ഗണപതി ഇല്ലാതെ ഒരു ദേവനെയും പൂജിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ശിവക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യൻ്റെ മന്ത്രം കൊണ്ട് പൂജ കഴിച്ചു, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ മന്ത്രം കൊണ്ട് എന്തെങ്കിലും പുഷ്പാഞ്ജലി നടത്തി എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദോഷമുണ്ടാവും, അവിടെ ചൈതന്യ ഹാനി ഉണ്ടാകും. അതുപോലെ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രം, അവിടെ ശിവപഞ്ചാക്ഷരം കൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ചാൽ അത് അവിടത്തേക്ക് ചൈതന്യ ലോപം ഉണ്ടാകാൻ, ചൈതന്യ ഹാനി ഉണ്ടാകാനും ഒക്കെയാണ് ഇടവരുന്നത്. എന്ന് മാത്രമല്ല അതിന് പരിഹാരം ചെയ്യണം, അഥവാ നവീകരണ ക്രിയ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് തന്ത്ര നിയമങ്ങൾ. പക്ഷേ ഇവിടെ ഗണപതി പൂജിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലാണെങ്കിലും പത്മനാഭൻ്റെ ശ്രീകോവിലാണെങ്കിലും മഹാദേവൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും അവിടെ ഗണപതിയെ പൂജിക്കാതെ ഗണപതിക്ക് ചുരുക്കത്തിലെങ്കിലും പൂജിച്ച് അർഘ്യം കൊടുത്ത് അഥവാ നിവേദിച്ച് പ്രസന്നനാക്കിയതിന് ശേഷമേ ഈ പ്രധാന ദേവനെ പൂജിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ഗുരു സങ്കല്പമാണ് സുബ്രഹ്മണ്യനുള്ളത്. ഗണപതി എന്ന് പറയുന്നത് അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മൂർത്ത രൂപവുമാണ്, അതിൻ്റെ ഇനീഷ്യേറ്ററാണ് ഗുരു. അഥവാ അവിടെ ഗുരുവിനെ സുബ്രഹ്മണ്യൻ എന്ന് തന്നെ കണക്കെടുക്കാം. ഗണപതി ഈ പറയുന്ന ഈശ്വരൻ്റെ മൂർത്ത രൂപവും. ഇങ്ങനെ ഒരു സംഗതിയും കൂടെയുണ്ട്. ഗണപതി ഏതൊരു ദേവനെ പൂജിച്ചാലും അതിൻ്റെ ഫലദാതാവ് ഗണപതിയാണത്രേ. അതായത് മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ പോലും ഈ ഫലം കിട്ടണമെങ്കിൽ ആ പൂജയുടെ ഫലം തരുന്നത് ഗണപതിയാണ്. ഇങ്ങനെയാണ് ഗണപതിയെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് വളരെ കൃത്യമാണ്. സുബ്രഹ്മണ്യനും ഗണപതിയും, ഇടത്തും വലത്തും, ഇടയും പിങ്കളയും, ഇങ്ങനെ അതിനെ സമാനങ്ങൾ ഒരുപാട് പറയാൻ പറ്റും. ഈ മറ്റേ യോഗ രീതിയാ പറഞ്ഞാലും തന്ത്രശാസ്ത്ര രീതിയാ പറഞ്ഞാലും ഇത് രണ്ടുമില്ലാതെ ഒരു ദേവനില്ല. ഇതില്ലാതെ ശിവൻ പൂർത്തിയാകുന്നില്ല. ഒരു ക്യാപ്സ്യൂള് എടുത്തിട്ട് രണ്ട് പൊടിയുണ്ട്, മരുന്നുണ്ട്, അത് ധൂളിയായിട്ടിരിക്കുന്നു. പക്ഷേ ഇത് മൂർത്തരൂപത്തിലാക്കണമെങ്കിൽ, ഉപയോഗ രീതിയായി ആക്കണമെന്നുണ്ടെങ്കിൽ ആ ധൂളിയെ എടുത്ത് ഒരു ക്യാപ്സ്യൂളിനകത്ത് 2 കപ്പ് കൊണ്ട് അടച്ച് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കണം. അങ്ങനെ ആക്കിയാലേ അത് പ്രയോജനമുള്ളൂ. മറ്റേത് ധൂളിയാണ്, എവിടെ വേണമെങ്കിലും പറന്നു പോകും. ശിവനെ പൂജിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഗുരുവും വരണം, ഗണപതിയും വരണം. അവർ രണ്ടുപേരും ഇടത്തും വലത്തും നിന്ന് വേണ്ട വിധം അതിനെ നമ്മളൊക്കെ സ്വാംശീകരിക്കാൻ തക്കവണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ശിവപൂജയാവുന്നുള്ളൂ. ഇവിടെ ശിവതത്വത്തെ പറഞ്ഞാൽ അവിടെ വിഷ്ണുവൊക്കെ അതിനകത്ത് വരുമല്ലോ. എല്ലാം സർവ്വശിവങ്കരമായിട്ടുള്ള ദേവന്മാരൊക്കെ ശിവനോ തന്നെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സാക്ഷാൽ തന്ത്രരീത്യായുള്ള ശിവനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിഷ്ണുവിനെ പൂജിക്കുമ്പോഴും ഒക്കെ ഈ ഗുരു ഗണപതി സങ്കല്പങ്ങൾ വേണം. അവ വേണ്ട വിധം വന്നാൽ മാത്രമേ പ്രയോജനത്തിലേക്ക് എത്തുന്നുള്ളൂ. ഇല്ലെങ്കിൽ പ്രയോജനമില്ല. ഗുരു ഗണപതി കൂടാതെ ഉള്ള പൂജകളൊന്നും തന്നെ പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ ഗണപതിക്ക് സാധാരണ നമ്മൾ ഈ വലംപരിയും ഇടംപരിയും കണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? അതിന് നമ്മുടെ ഇടയും പിങ്കളയുമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുണ്ടല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യും പിങ്കളയും ഒന്ന് ഊർധ്വഗാമിയും അത് അധോഗാമിയുമായിട്ടുള്ള പ്രാണൻ്റെ ഒന്ന് സൂര്യനാടിയും ഒന്ന് ചന്ദ്രനാടിയും എന്നൊക്കെ പറയും. അത് ഗ്രഹങ്ങളെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ എന്താണെങ്കിലും ഒന്ന് ഊർധ്വമുഖവും മറ്റേത് അധോമുഖവുമാണ്.
അതായത് ഒന്ന് എല്ലാം സർവ്വതും ലയിച്ച് മറ്റൊരു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതും മറ്റത് സൃഷ്ടിക്രിയയും ആണ്. അപ്പോൾ അതിൽ ഈ ഇടംപിരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്രിയയും സൃഷ്ടിയിലേക്ക് സൃഷ്ടിയെ ദ്യോതിപ്പിക്കുന്നതും, മറ്റേ വലംപിരി എന്ന് പറഞ്ഞാൽ ഊർധ്വഗാമിയായിട്ടുള്ള ശക്തിയും, അതായത് സംഹാരം എന്ന് തന്നെ പറയട്ടെ. ഈ പേരുകളും വാക്കുകളും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, സംഹാരം എന്ന് എനിക്ക് നേരത്തെ വരായികയല്ല. പക്ഷേ ഈ സംഹാരം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങൾ ഒരുപക്ഷെ കൽപ്പിച്ചു നൽകും. ഇവിടെ സംഹൃതമാകുകയാണ് സംഹാരം, നിഗ്രഹമല്ല. സംഹാരം എന്ന് വെച്ചാൽ സംഹൃതമാകുക എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ അത് ആ വാക്കിൻ്റെ ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളണം നിർബന്ധമില്ല. സംഹൃതമാവുക എല്ലാം എന്താ പറയുക, ഈ ഓരോ വേദത്തിലും മറ്റുമൊക്കെ സംസൃഷ്ടം ധനമുഭയം സമാകൃതം അസ്മഭ്യദത്താം, 2 തരം സ്വത്തുകളെ പറ്റിയാണ് അവിടെ പറയുന്നത്. ധനമുഭയം, എന്താ ഈ ധനമുഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡും സിൽവറെന്നോ അല്ലെന്നുണ്ടെങ്കിൽ കറൻസിന്നോ ഒന്നും അല്ല, അർത്ഥത്തിലല്ല. ഉഭയധനം, 2 ഏതെല്ലാം ധനമാണോ, ഉത്കർഷം, അതായത് നമ്മുടെ സാമാന്യമായിട്ടുള്ള മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള ഉത്കർഷത്തിന് വേണ്ടതായിട്ടുള്ള ധനവും അതോടൊപ്പം തന്നെ ആത്മീയധനവും 2ഉം വേണം നമുക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉഭയധനം പ്രയോഗമുള്ളത്. അപ്പോൾ ഇവിടെ ഈ സംഹൃതം ആകുന്നത് എന്താണ്, അത് സമ്യക്കാകും വിധം സംയോഗം ചെയ്യുന്നതാണ് ഈ സംഹൃതമാവുന്നത്. അതാണ് സംഹാരം, അവിടുത്തെ സംഹാരം. അപ്പോൾ ആ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഗണപതിയെ പറ്റി പറയുമ്പോൾ വലംപിരി ആയിട്ടുള്ള ഗണപതി. ഉപാസനാ മാർഗത്തിൽ ഉപരിയുപരി ചലിക്കാൻ സാധിക്കുമാറുള്ള സമ്പ്രദായത്തിനാണത്. മറ്റേ ഇടംപിരി ആവുമ്പോൾ അങ്ങനെയല്ല, ആ അനുഗ്രഹ കലകളെ താഴേക്ക് കൊണ്ടുവന്ന് നമുക്ക് അനുഭവത്തിലേക്ക് എത്തിക്കുക, ലൗകികമാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, ഇവിടുത്തെ ഗണപതിക്ക് മറ്റൊരു സവിശേഷത കൂടി കേട്ടിട്ടുണ്ട്. അതായത് ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഇത് 3ൻ്റെയും കൂടി അംശം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വായിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഷ്ണവ കലയായാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യാസ്ഥാനം നൽകി അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കുന്നത് എന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സവിശേഷമായ രൂപകൽപ്പനയ്ക്ക് പിറകിൽ മറ്റെന്തെങ്കിലും ഒരു തത്വം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉണ്ടല്ലോ, ഈ വൈഷ്ണവമായിട്ടുള്ള കലയാണ് ഭാര്യ രൂപത്തിൽ എന്ന് പറഞ്ഞ അവസാനത്തെ വാചകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഈ വൈഷ്ണവം എന്ന് പറയുമ്പോൾ ശൈവം വൈഷ്ണവം എന്നൊക്കെ വേർതിരിക്കേണ്ടി വരുന്നില്ല. ഇവിടെ മഹാലക്ഷ്മിയാണ് ഭാര്യ, മഹാലക്ഷ്മി സമേത മഹാഗണപതിയാണ്. അപ്പോൾ അവിടുത്തെ ഉടനെ ചിന്തിച്ച് പോകുന്നത് മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ മഹാലക്ഷ്മി എന്നൊക്കെയാണ്. വാസ്തവത്തിൽ അതല്ല. ഈ ലക്ഷ്മി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു അതിൻ്റെ ഈ രൂപം പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന സപ്തധാതുക്കളെ കൊണ്ടാണല്ലോ. ഈ സപ്തധാതുക്കൾ വേണ്ടും വിധം ഒരേ പ്രത്യേക രീതിയിലുള്ള റേഷ്യോയിൽ പ്രപ്പോർഷണലായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും ഇതൊക്കെ പുഷ്ടി ഇത് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്നിൻ്റെ കുറവും മറ്റൊന്നിൻ്റെ കൂടുതലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് എല്ലാം വേണം നമുക്ക്. ഈ ധാതുക്കളെല്ലാം കൃത്യമായിട്ട് വേണം. അതിൻ്റെ ഏതെങ്കിലും ധാതുവിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് അതിനനുസരിച്ച് രോഗങ്ങൾ വരിക മുതലായിട്ടുള്ള പല കുഴപ്പങ്ങളും സംഭവിക്കും. ഈ 8ാമത്തേതായിട്ടുള്ളൊരു ധാതുവുണ്ട്, സപ്തധാതുക്കൾ എന്നാണ് നമ്മൾ പറയുക. എന്നാലും അത് കൂടാതെ 8ാമത്തേതൊരു ധാതുവുണ്ട്. ഈ ധാതു ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സപ്തധാതുക്കളുടെയും വേണ്ട രീതിയിലുള്ള ക്രമീകരണം കൊണ്ട് ഉണ്ടായ പുഷ്ടിയെ ആണ് 8ാമത്തെ ധാതുവായ ഓജസ് എന്ന് പറയുന്നത്. അതിനെ ഡിഫൈൻ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ഈ ഓജസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഉപയോഗത്തിൽ നമുക്ക് കാര്യം നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, കണ്ട ഒരു ഓജസ് ഇല്ലല്ലോ എന്ന് നമ്മുടെ സാധാരണ വീട്ടമ്മമാരോ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ പോലും ചോദിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്കറിയാം അതിൻ്റെ എന്താണ് ഈ ഓജസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് മനസ്സിൽ, അല്ലേ? പക്ഷേ ഓജസ് എന്ന് പറയുന്ന ധാതുവാണ്. ഈ ധാതു എങ്ങനെ ഉണ്ടാകുന്നു? ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ സപ്തധാതുക്കളുടെ കൃത്യമായിട്ടുള്ള സങ്കലനം നിമിത്തം ഉണ്ടാകുന്നതായിട്ടുള്ള റിസൾട്ടൻ്റ് എന്താണോ അതാണ് ഓജസ്. അവനെ കണ്ട ഒരു ഓജസ് ഉണ്ട്, അവനെ കണ്ടില്ലേ? അല്ലെങ്കിൽ ചിലരോട് പറയും അവനൊരു ഓജസ് ഒന്നുമില്ല എന്ന് ഒക്കെ പറയും. അപ്പോൾ ഈ ഓജസ് എന്ന് പറയുന്ന അതൊരു ധാതു ഉണ്ടല്ലോ, 8ാമത്തേതായിട്ടുള്ള, അത് തന്നെയാണ് മഹാലക്ഷ്മി.
മറ്റെല്ലാം വേണ്ടും വിധത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയണ്ടേ, അഭൗമമായിട്ടുള്ള ഒരു ശക്തിവിശേഷത്തിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രകടീകൃതമായിട്ട് കാണാവുന്നത് എന്തോ അത് മഹാലക്ഷ്മി. ഓ അതാണ് മഹാലക്ഷ്മി വാസ്തവത്തിൽ. ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അതെ അതെ തീർച്ചയായും. അതുകൊണ്ടേ മനസ്സിലാവുന്നുള്ളൂ. അതെ. അല്ലെങ്കിൽ എനിക്കും പറഞ്ഞു തരാൻ അറിഞ്ഞില്ല എന്താണ് ഓജസ്. തേജസ് എന്ന് പറഞ്ഞാൽ വേറെ വാക്കുണ്ട്. തേജസ് അല്ലത്, വെറും തേജസ് മാത്രമല്ലത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഒരു അതിൻ്റെ ഒരു ഉത്തുംഗാവസ്ഥ, അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു വലിയ അവസ്ഥ ഉണ്ടല്ലോ, അതെ. അതാണ് ഈ തേജസ് ഓജസ് എന്ന് പറയുന്നത്. ഇവിടെ എട്ടാമത്തേതായിട്ടുള്ള ഈ ധാതു പിന്നെ ഈക്വലൻ്റായിട്ട് പറയാവുന്നതാണ്. ഈ ദേവതയെ പറയുകയാണെങ്കിൽ അത് മഹാലക്ഷ്മിയാണെന്ന് പറയാം. അപ്പോൾ ഈ മഹാലക്ഷ്മിയാണ് മടിയിലിരുത്തിയിരിക്കുന്നത് സ്വന്തം ഭാര്യയായിട്ട്. അപ്പോൾ ഈ ഭാര്യ, ഭർത്താവ്, ചേട്ടൻ, അനിയൻ, അതൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടായി പറയുന്നത്. അല്ലാതെ എന്നാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ അതിലൊന്നും അർത്ഥമൊന്നുമില്ല. മഹാലക്ഷ്മിയെ പോയി എന്ന് കല്യാണം, അതൊക്കെ കഥകളൊക്കെ പലപ്പോഴും ഉണ്ടാകപ്പെട്ടതാണല്ലോ. പുരാണ കഥകളൊക്കെ തന്നെയും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടേ ഇല്ല. ഇപ്പം നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞല്ലോ ഗണപതി മിത്താണ്. ഗണപതി മിത്തല്ലെന്ന് ആര് പറഞ്ഞു? ഇത് ആർക്കും അറിയാൻ വയ്യാത്ത ഗണപതി മിത്ത് തന്നെയാണ്. ഗണപതി എന്ന് പറഞ്ഞ പേരിൽ ആരെങ്കിലും ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഗണപതി ഉണ്ട്. ഗണപതി സർവത്ര സർവചരാചരങ്ങളിലും ഗണപതി ഉണ്ട്. ഗണപതി ഇല്ലാതെ ഇന്ന് നിലനിൽപ്പില്ല. എന്നാൽ അത് മിത്തിക്കലാണ്. അതിവിടെ ഒരു പിന്നെ മെറ്റീരിയൽ അല്ല, ഒരു ദേവനായിട്ട് ഇവിടെ അവതരിച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല. കഥകൾ അനവധിയുണ്ട്. പലതരത്തിൽ ഗണപതി ഉണ്ടായി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പാർവതിയുടെ ശരീരത്തിലുണ്ടായ അഴുക്കും എല്ലാം ചേർത്ത് എടുത്തു ഉരുട്ടി അതുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. ഒരു അറപ്പൊക്കെ സാധാരണക്കാരനുണ്ടായേക്കാം അല്ലേ ആ ഡിസ്ക്രിപ്ഷൻ കൊണ്ട്. വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാർവതി എന്ന് പറയുന്നത് എന്താണ്? ശക്തി ആണ്. ശക്തി എന്ന് വെച്ചാൽ എന്താണ്? അഗ്നിയാണ് അല്ലേ? ഈ അഗ്നി എനിക്ക് രൂപമില്ല. അതിനെ രൂപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും അതിന് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകാനുള്ള ഈ തേജസ്സിനെ പ്രകടിപ്പിക്കാൻ വെറുതെ തേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അന്തരീക്ഷത്തിൽ കാണിക്കാൻ പറ്റില്ല. മറിച്ച് ഈ അതിന് ഒരു രൂപം ഉണ്ടാകണം. അതിനെന്ത് വേണം? വിറക് വേണം, നെയ്യ് വേണം, ഇതെല്ലാം ചേർത്ത് കത്തണം. ഇവയെല്ലാം കൂടെ ചേർന്ന ഏറ്റവും താഴേക്ക്, അതായത് പഞ്ചഭൂതാത്മകമാകുന്ന മെറ്റീരിയൽ ലെവലിലേക്ക് വരുന്ന യാതൊന്നാണോ അത് ഗണപതി. ഏറ്റവും പ്രത്യക്ഷമായിട്ട് പുറത്തേക്ക് പ്രകടീകൃതമായിട്ട് കാണുന്നത് എന്താണ്? അതാണ് ഗണപതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മഹാഗണേശ നിർഭിന്ന എന്ന് പറയുന്നില്ലേ ദേവിയെ? അപ്പോൾ ഈ ദേവി തന്നെയാണ്, ഈ പാർവതി തന്നെയാണ് ഗണപതി. ചില കഥകളൊക്കെ ഉണ്ട് നമ്മുടെ പുരാണ കഥകളിൽ. കഥയായിട്ട് കേട്ട് ഈ കഥകളുടെ ആവശ്യം ഇത് തന്നെയാണ്. കഥ ഓർത്തിരിക്കും, തത്വം മറന്നു പോകും. എന്നാൽ കഥ അറിയാം എന്നുണ്ടെങ്കിൽ ഈ കഥകളെ പുരസ്കരിച്ച് തത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പിന്നീട് സാധിക്കും. കഥ എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. കുട്ടിക്കാലം വരെ കഥകൾ കേൾക്കാം, ഇഷ്ടമാണ് നമുക്കൊക്കെ, അത് ഓർത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പുരാണകർത്താക്കൾ ഇതൊക്കെ കഥാരൂപേണ തത്വത്തെ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ച് കഥാരൂപേണ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റേ അഗ്നി ഒരിക്കൽ മറ്റു ദേവതകളോടൊക്കെ പിണങ്ങി ഒരു എലിയുടെ രൂപമെടുത്ത് മല തുരന്ന് അതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരുന്നു എന്നൊക്കെ ഒരു കഥയുണ്ട്, പുരാണ കഥ. ഇത് എന്നാൽ പിന്നെ എലിയല്ല, വേറെ കുറച്ചുകൂടെ നല്ല ഏതെങ്കിലും ഒരു മൃഗം ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ സിംബോളിക്കാണിത്. ഇത് വാസ്തവത്തിൽ ജാതവേരസ്സാകുന്ന അഗ്നി, ജാതവേരസേ സുനവാമ സോമം അരാധീയതോ നിദഹാദി വേദ സന പരിഷദാദി ദുർഗാണി വിശ്വ ആവേവ സിന്ധം ദുരിതാത്യഗ്നി എന്നുള്ള വേദ സൂക്തത്തെ പുരസ്കരിച്ച് കഥാരൂപേണ അതിൽ നിന്നൊരു കഥ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും? അതാണ് ഈ കഥ. ജാതവേരസ്സാകുന്ന അഗ്നിയാകുന്ന ദുർഗ അത് ഒളിച്ചിരുന്നു. എവിടെ പോയിട്ട്? മൂലാധാരത്തിൽ പോയി തുരന്ന്, അടിയിലേക്ക് പോയി തുരന്ന് അവിടെ ഒളിച്ചിരുന്നു, സുപ്തമായിട്ടിരുന്നു. കുണ്ടലിനി രൂപത്തിൽ അവിടെ ഒളിച്ചിരുന്നു. അത് മുകളിലേക്ക് വരാൻ എന്ത് ചെയ്യണം? എലി വേണം. എലി വാഹനമായിട്ട് വരണം. എലിയുടെ രൂപത്തിലാണ് വന്നത്. അതിൻ്റെ പുറത്ത് കയറി വരുന്നതല്ല ഗണപതി. അപ്പോൾ ഇത് ഈ പറയുന്ന തത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ജീവി എന്നുള്ള അർത്ഥം കൂടെ അതിനകത്ത് പറയുന്നില്ല. ഏറ്റവും
ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന? ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തോട്ടെ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് എലി എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ പ്രത്യേകത. എന്താണ്? ഈ എന്തിനേയും തുരന്ന് അകത്തേക്ക് പോകുന്ന ഒരു ഒരു ജീവിയാണല്ലോ. തുറക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു സാധനം വേറെ ഇല്ല. അപ്പോൾ ഇത് തുരന്ന് എവിടെയാണ് ചെല്ലുന്നത്? മൂലാധാരത്തിലാണ് തുറക്കുന്നത്. മൂലാധാരം എന്ന് വെച്ചാൽ എന്താണ്? അത് പഞ്ചഭൂതങ്ങളിൽ പൃഥ്വി തത്വം വഹിക്കുന്നതാണ് മൂലാധാരം. അവിടെ തുരന്ന് അതിൻ്റെ അകത്ത് കയറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ്? കുണ്ടലിനി ശക്തിയാണ്, ദുർഗയാണ്, ലക്ഷ്മിയാണ്, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, ശക്തിയാണ്. അവിടെ അതിൻ്റെ അധിദേവത ആരാണ്? ഗണപതി. ഗണപതി ഈ എലിയുടെ പുറത്ത് കയറി, അഥവാ ഈ കുണ്ടലിനി എന്ന് പറയുന്നതായിട്ടുള്ള ശക്തിയോട് കൂടി ചേർന്ന് വേണം മുകളിലേക്ക് വരാൻ. അതാണ് ഈ പറയുന്ന തത്വങ്ങളെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ തത്വങ്ങളെ പിന്നീട് മനസ്സിലാകത്തക്ക വിധം ഈ കഥ എല്ലാവരും ഓർത്തിരിക്കുന്നു. തത്വം മറന്നും പോകും. അപ്പോൾ ഈ കഥ പഠിപ്പിച്ചാൽ പിന്നീട് ഒരിക്കൽ അവന് കാലമാകുന്ന കാലത്ത് അവന് ചിന്തിക്കാറാകും. വിശേഷ ബുദ്ധി ഉണ്ടാകുന്ന കാലത്ത് ഈ കഥയെ എന്തിനാ ഇങ്ങനെ ഇത്രയും യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു സെൻസും ഇല്ലാത്ത കഥകൾ എന്തൊന്നും ആയിരിക്കില്ല. ഇത്രയും വിഷമിച്ച് ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ തത്വമുണ്ട് എന്ന്, സത്യമുണ്ട്, അതെന്താണെന്ന് എനിക്കറിയണം എന്നാഗ്രഹിക്കുന്ന കാലത്ത് അവൻ കണ്ടെത്തും. ഇത് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല ഈ കഥയൊന്നും. എൻ്റെ മുത്തശ്ശനും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും എൻ്റെ ഗുരുക്കന്മാരാണ്, ഗുരുക്കന്മാരാണ്. ഇവരാരും ഇതാണ് കേട്ടോ ഇതിൻ്റെ തത്വം എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ ആവശ്യം, എൻ്റെ തത്വത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായി. അല്ലാതെ അവിടെ ഈ ഇത്രയും ഗണപതിക്ക് എങ്ങനെ യോജിക്കാനാണ് ഒരു ചുണ്ടലി? ഗണപതി ഭീമാകാരമായിട്ടുള്ള ഇത്രയും ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഈ ഒന്ന് ചവിട്ടിയാൽ പതിഞ്ഞ് കടലാസ് പോലെയാകുന്ന എലി ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷേ അവിടെ അല്ല, ആ എലിയുടെ തത്വം എന്താണ്? ആ തുറക്കുക എന്നുള്ളതാണ്. ആ മൂലാധാരത്തെ തുറക്കുക എന്നുള്ള അതിനെ എടുത്താണ് ഇവിടെ എലിയെ വാഹനമാക്കിയത്. അതാരാണ്? അഗ്നിയാണ്. ഈ അഗ്നി എന്ന് പറയുന്നത് സാക്ഷാൽ ജാതവേരസ്സാകുന്ന അഗ്നിയാകുന്ന ദുർഗയാണ്. അപ്പോൾ ഈ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഥയിൽ കേട്ട പോലെ അങ്ങനെ തന്നെ മനസ്സിലാക്കി എടുക്കാനുള്ളതല്ല, മറിച്ച് കഥ കേട്ട് ഗ്രഹിച്ച് പിന്നീട് തത്വത്തെ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുരാണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങ് വളരെ സുവ്യക്തമായിട്ട് ആ ഒരു ഗണപതി സങ്കല്പം ശരിക്കും പറഞ്ഞാൽ ഇനിയും ധാരാളം സംസാരിക്കാനുള്ളതാണ്. ആദിപൂജിതൻ എന്നറിയപ്പെടുന്നതും മൂലാധാരമൂർത്തി എന്ന് പറയും. ഇപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പാരസ്പര്യമുണ്ട്, അല്ലെങ്കിൽ അതിന് ശരിയായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മനനമുണ്ട്, ഒരു ധ്യാനമുണ്ട് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഈ ആധുനിക കാലത്ത് പലരും ഗണപതി പ്രസാദത്തിൻ്റെ ഒരു ശാസ്ത്രീയത പറയുന്നുണ്ട്. കാരണം ബുദ്ധിയെ വളരെയേറെ ഉണർത്തുന്ന ഘടകങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഓജസ്സും നമ്മുടെ ഗണപതി പ്രസാദവും ഗണപതിയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട് അതിന്. പക്ഷേ അതിന് ഇങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ല. അല്ല, ഈ അതൊക്കെ ഈ പറയുന്ന ഇപ്പോൾ നാളികേരം കഴിച്ചാൽ വിശപ്പ് മാറും. പിന്നെ ഈ പറഞ്ഞ മാതിരി നാളികേരം പല കാരണത്താൽ ഒരു ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്, മറ്റേ എല്ലാം വൈറ്റമിൻസ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു സമീകൃത ആഹാരമായിട്ടൊക്കെ പറയും. അതുകൊണ്ടാണ് ഗണപതിക്ക് അത് കൊടുക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അല്ല, അത് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അതിൻ്റെ കൂടെ പൊക്കോളും. ഈ സദ്യക്ക് നമ്മൾ വലിയ കേമനായിട്ടുള്ള ഒരു കാറ്ററിംഗ് പാർട്ടിയൊക്കെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവരോട് പ്രത്യേകം പറയാറുണ്ടോ നമുക്ക് അത് ഈ ഉപ്പ് വിളമ്പണം കേട്ടോ എന്ന് പ്രത്യേകം പറയാറുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇത്ര നിസ്സാര കാര്യങ്ങളോടെ പറയണമെന്നില്ല. പ്രോട്ടീൻ ഉള്ളതാണോ മറ്റേ അങ്ങനെയുള്ള അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അതിനേക്കാളൊക്കെ വലിയ തത്വങ്ങൾ വേറെ ഉണ്ടല്ലോ നമുക്ക് സാക്ഷാത്കരിക്കാൻ. അത് ഇത് എന്താണ് ഈ ഓജസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. അല്ലാണ്ട് ഞാനത് അപ്പോൾ ഓജസ് എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒന്നും മനസ്സിലായി. നമ്മൾ സാധാരണക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അത് എന്താണെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. ഇത് എങ്ങനെ ഉണ്ടാകുന്നു? ഈ ഓജസ് എങ്ങനെ ഉണ്ടാകുന്നു? തേജസ് അല്ല. തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെയാണ്. ആ തേജസ് നമുക്ക് ഈ പറയുന്ന മാതിരി ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ പ്രകാശം എന്ന് പറയുന്നത്, അഥവാ തേജസ് എന്ന് പറയുന്നത്. ഇത് യോജസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ തേജസ് അല്ല. തേജസ്സും അതിൽ ഉൾക്കൊള്ളുന്നതാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനതിന് ഇത് പറഞ്ഞത്. ഇതെല്ലാം ഉണ്ടാകുക. എന്നാൽ ഇപ്പോൾ അങ്ങ് ധാരാളം വേണ്ട രീതിക്ക് ഭക്ഷണം കഴിച്ചു, നല്ലവണ്ണം എക്സസൈസ് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ചെയ്ത് നല്ല ബലിഷ്ഠമായിട്ടുള്ള ശരീരമാണ്, നല്ല വസ്ത്രധാരണമുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് അവസാനം ഉറക്കം
വരുന്നു എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നാൽ ഈ വസ്ത്രധാരണം കൊണ്ടോ ബലവത്തായ ശരീരം കൊണ്ടോ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അങ്ങോട്ട് വിചാരിക്കണം എനിക്ക് വേണ്ടത്ര ജ്ഞാനമുണ്ട്, പിന്നെ ഞാൻ ഭക്ഷണം പുഷ്ടിയുണ്ട്, എനിക്ക് ബൗദ്ധികമായിട്ടും ശാരീരികമായിട്ടുള്ള പുഷ്ടിയും എനിക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല എനിക്കറിയാവുന്ന ഈ വസ്തുതകളെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹമുണ്ട്, അതിന് തൽപരരായിട്ടുള്ള കുറച്ച് ആൾക്കാരുമുണ്ട് എന്ന് ഇതെല്ലാം കൂടി ചേർന്ന് വന്നാൽ അങ്ങിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പുറത്തേക്ക് വരുള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഏതെങ്കിലും ഒന്നിന് കുറവുണ്ടായാൽ മതി, ഇത് വേണ്ട വിധത്തിലാകില്ല. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിൽ നിന്നുണ്ടാവുന്ന റിസൾട്ട് എന്താണോ അതാണോ അത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അങ്ങോട്ട്. അതിപ്പോൾ സാധാരണക്കാർ ഇപ്പോൾ വൈദ്യന്മാരോട് ചോദിച്ചാലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് പറയുന്നത്. വാസ്തവത്തിൽ അവർക്ക് പറ്റുന്നതാണ്. ഇതിൽ ഇപ്പോൾ ഈ പുഷ്ടിക്ക് തക്കവണ്ണം നമ്മുടെ ഈ ഹോമങ്ങളിലും മറ്റുമൊക്കെ ഈ ഏതാണ്ട് ഈ സപ്തധാതുക്കളുണ്ടല്ലോ, ഈ സപ്തമാതൃക്കളുമായിട്ട് നമുക്കൊരു കോറിലേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല ഉണ്ടെന്നുള്ളതാണ്, അതാണ് സത്യം. ദേവൻ്റെ തെക്ക് ഭാഗത്ത് ആയിട്ട് വരുന്ന ഈ സപ്തമാതൃക്കൾ എല്ലാ ക്ഷേത്രങ്ങളിലും കണ്ടു കാണാം അല്ലേ, 7 ബലിക്കല്ലുകളും ഗുരു ഗണപതി അഥവാ വീരഭദ്രൻ ഗണപതി എന്നാണ് ഇവിടെ പറയുക. വാസ്തവത്തിൽ ഇൻ എഫക്റ്റ് അത് ഗുരു ഗണപതിമാരാണ് സപ്തമാതൃക്കളും. ഇത് അവിടെ അഷ്ടമാതൃക്കളില്ല, ഈ അഷ്ടമാതൃക്കൾക്ക് വരുമ്പോൾ സപ്തമാതൃക്കളുള്ളൂ. ഈ സപ്തമാതൃക്കൾക്ക് വേണ്ട വിധം ബലി തൂക്കി അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രസൻസ് അവിടെ അല്ലെങ്കിൽ ശക്തിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുരുവും ഗണപതിയും ഉണ്ടെങ്കിൽ അവിടെ 8ാമത്തേതായിട്ടുള്ള മഹാലക്ഷ്മി ഉണ്ടായിക്കോളും, അല്ലെങ്കിൽ ബ്രാഹ്മ്യാദി സപ്തമാതൃക്കൾ എന്നാണ് പറയുക. എന്നാൽ പൂജയിൽ വരുമ്പോൾ ദേവനെ നേരിട്ട് പൂജിക്കുമ്പോൾ ഈ 8ാമത്തേതായിട്ടുള്ള മഹാലക്ഷ്മി അന്തകമായിട്ടാണ് പൂജിക്കുക. പുറമേ കാണിക്കുന്നതും ബലി തൂകുന്നതും ഒക്കെ എന്താ വെച്ചാൽ വേറിട്ടാണ്, ഉള്ളിലല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് ദേവന് അകത്ത് ഒരു ദേവതയെ പൂജിക്കുമ്പോൾ ഈ ബ്രാഹ്മ്യാദി ഈ അഷ്ടമാതൃക്കൾ മഹാലക്ഷ്മി അന്തകം ഏറ്റവും അവസാനത്തെ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി വരെ ഉള്ള ആ അഷ്ടമാതൃക്കളെ കൊണ്ട് ആണ് പൂജിക്കുക. ഇത് പുറമേ ബലിയും മറ്റും ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന സപ്തമാതൃക്കൾക്കാണ് ബലി ചെയ്യുക. എന്തെന്നാൽ അവ പൂർണ്ണമായിട്ടും ബലിയൊക്കെ ചെയ്ത് അവിടുത്തെ പുഷ്ടി പൂർണ്ണമായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ 8ാമത്തേതായിട്ടുള്ള മഹാലക്ഷ്മിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ടായിരിക്കണം പുറമേ ഈ അകത്ത് ദേവനെ പൂജിക്കുമ്പോൾ അതിൻ്റെ ആഭരണമായിട്ട് ഈ അഷ്ടമാതൃക്കളെ പൂജിക്കുമ്പോൾ പുറത്ത് ബലി തൂകുന്നത് സപ്തമാതൃക്കൊക്കെ ഉള്ളൂ താനും. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇവ വീണ്ടും എണ്ണം ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആകത്തുക എന്താണോ അതാണ് മഹാലക്ഷ്മി എന്ന് പറയാം, അഥവാ 8ാമത്തേതായിട്ടുള്ള ആ ഓജസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് മഹാഗണപതി ഭാര്യയായിട്ട് എന്ന് വെച്ചാൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഭാര്യ എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. അതിനെ ചിത്രീകരിച്ച മഹാഗണപതിയുടെ ഭാര്യയായിട്ട് ചിത്രീകരിക്കുന്നത് അതുകൊണ്ടായിരിക്കും, ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കണം. ഇപ്പോൾ സൂര്യകാലടി മനയെക്കുറിച്ച് സാധാരണയായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അഭൗമമായ ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത്. അപ്പം അലക്സാണ്ടർ ജേക്കബ് സാറ് അടുത്ത കാലത്ത് അദ്ദേഹം നമ്മുടെ ചാനലിലൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു, മറ്റു പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആത്മാവിനെ നേരിട്ട് കണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ആത്മാവും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാനായിട്ട് നമ്മുടെ തെരേസ മാം ഇവിടെ ഉണ്ട്. അപ്പം മാം ചോദിക്കൂ. ഞാൻ എന്താ ചോദിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാൽ തന്നെ എനിക്ക് തിരുമേനിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മന്ത്രവാദം ഇപ്പോഴും ആളുകൾക്ക് ആവശ്യക്കാർക്ക് മനയിൽ എത്തി ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ അവർ വീട്ടിൽ പോയി ചെയ്യണമെങ്കിൽ ചെയ്യുന്നുണ്ടോ? പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു മന്ത്രവാദത്തിൻ്റെ പ്രാധാന്യം കടന്നു വരുന്നത്? എസ്പെഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എക്സോസിസം പ്രോസസ്സിനെ പറ്റിയാണ്. അപ്പോൾ അത് എപ്രകാരമാണ് ആളുകൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്? കാര്യം എല്ലാ കേസസും സൈക്കോളജിക്കൽ ഇഷ്യൂ ആവണം എന്ന നിർബന്ധമൊന്നുമില്ല. ആര് പറഞ്ഞില്ല, എല്ലാം സൈക്കോളജിക്കലാണ്. ഇതൊക്കെ എടുത്ത് വന്നിട്ട് മാത്രമാണത്. നിങ്ങൾ ഈ ഒരു മാർജിൻ ഇട്ടിട്ട് ഒരു വര ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് മുഴുവനും മെറ്റീരിയൽസും ഇപ്പോഴുള്ളതൊക്കെ ആത്മാവും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ലൈൻ നമുക്ക് എങ്ങും ഇടാൻ പറ്റില്ല. ഇത് മെർജറാണ് ടോട്ടലി. വേർതിരിക്കാനാകാത്ത വിധം മാറ്ററും എനർജിയും വേർതിരിക്കാനാകാത്ത വിധം ഉള്ള ഒന്നാണ് തന്നെയാണ്. എന്ന് മാത്രമല്ല ഈ പറയുന്ന മാറ്റർ എന്നൊന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ തിരുവേനി
എക്സ്പ്ലനേഷനിലേക്ക് പോകും. സൂര്യകാലയുടെ മനയിൽ മന്ത്രവാദത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ സേവനം ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യുവാനുള്ള ഒരു സൗകര്യമുണ്ട്. എന്തുകൊണ്ടാണ്, അതല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്? മന്ത്രവാദത്തിലൂടെ എന്താണ് പ്രധാനമായിട്ടും പരിഹരിക്കുവാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അനിവാര്യമായിട്ട് വരിക? കാര്യം പല ആളുകൾക്കും മന്ത്രവാദം എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനുണ്ട്. അതൊരു അവയർനെസ് ഇല്ലായ്മയുടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങേക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ? ഇവിടെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒന്നാണ് ഈ ടേം മന്ത്രവാദം എന്ന് പറയുന്നത്. അത് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെയോ പ്രയോഗങ്ങൾ, അതും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് മന്ത്രവാദം എന്നൊക്കെയാണ് നമ്മുടെ ഒരു പൊതുധാരണയുള്ളത്. അങ്ങനെയല്ല വാസ്തവത്തിൽ. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ആ വാക്ക് പോലും എങ്ങനെയാണ് പറയേണ്ടത്? അത് ഇപ്പം നമ്മളുടെ പഴയ ശാസ്ത്രങ്ങൾ വാദം എന്ന് പറയുന്ന വാക്കോട് കൂടിയാണ്. ഇപ്പോൾ ഈ മെർക്കുറിയെ പറ്റിയുള്ള സ്റ്റഡി അഥവാ മറ്റ് ഈ പറയുന്ന ഈ മറ്റ് ലോഹങ്ങളും കെമിക്കൽസും അതിനെ പറ്റിയൊക്കെയുള്ള സ്റ്റഡിക്ക് പൊതുവായിട്ടുള്ളൊരു വാക്കാണ് രസവാദം. രസവാദം എന്നാണല്ലോ ഇതിന് പറയുക. ഈ വാദം എന്താണ്? വാദം വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വാഗ്വാദം, അങ്ങനെയാണ് നമുക്ക് ഒരു വാക്കർത്ഥം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വാസ്തവം അങ്ങനെയല്ല, ഇതിൻ്റെ സ്റ്റഡിയാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെയും ഈ മന്ത്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രത്തെ പറ്റിയുള്ള സ്റ്റഡി എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രസ്പന്ദങ്ങളെ പറ്റിയും അതിൻ്റെ കോമ്പിനേഷൻസിനെ പറ്റിയും അതിൻ്റെ ഇഫക്റ്റിനെ പറ്റിയും ഒക്കെയുള്ള സ്റ്റഡിയാണത്. അപ്പോൾ ഇനിയിപ്പോൾ മന്ത്രം എന്താണെന്നൊക്കെ ചോദിക്കേണ്ടി വരും. മന്ത്രം ഇതെന്താ? ഇപ്പോൾ ഞാൻ പറയുന്നത് മന്ത്രം തന്നെയാണ്. മന്ത്രിക്കുന്നത്, സ്പന്ദിക്കുന്നത്, സ്പന്ദം കൊണ്ടുണ്ടാവുന്ന മന്ത്രണങ്ങൾ, ഇതൊക്കെ മന്ത്രമാണല്ലോ. ഇവിടെ സവിശേഷേണ ഗ്രഹിക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. വൈദിക മന്ത്രങ്ങളോ താന്ത്രിക മന്ത്രങ്ങളോ ഒക്കെയുണ്ട്. ബീജമന്ത്രങ്ങൾ പ്രധാനമായിട്ട് അത് തന്ത്രത്തിലേക്കാണ് വരുന്നത്. ബീജാക്ഷരങ്ങളോ സ്പന്ദങ്ങളെന്നോ ഒക്കെ അതിനെ പറയാവുന്നതാണ്. അതിനൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ശക്തിവിശേഷമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മന്ത്രങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഇപ്പം അനവധി മന്ത്രങ്ങൾ യാതൊരു അർത്ഥവുമില്ലാത്ത മന്ത്രങ്ങളുണ്ട്. യാതൊരു വെച്ചാൽ വാക്കർത്ഥം ഒന്നും തന്നെ നമുക്ക് മനസ്സിലാകാത്ത വെറും ഇതുപോലെയുള്ള ബീജാക്ഷരങ്ങളെ കൊണ്ട് അഥവാ ബീജസ്പന്ദങ്ങളെ കൊണ്ട് മാത്രമുള്ള മന്ത്രങ്ങൾ വരെയുണ്ട്. അതുകൊണ്ടൊക്കെ ഇഫക്റ്റുണ്ട്. അപ്പോൾ ഈ ഇഫക്റ്റിൻ്റെ സ്റ്റഡി എന്ത് തരത്തിലുള്ള ഇഫക്റ്റും ആകാം. ഇപ്പോൾ നമുക്കിപ്പോൾ സാധാരണഗതിക്ക് ഇപ്പോൾ ഒരു മന്ത്രം, സുദർശന മന്ത്രം, സഹസ്രാര ഹുംഭട്ട്, എല്ലാവർക്കും അറിയാവുന്നൊരു മന്ത്രം, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് എന്തെന്നാ അതിന് വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിന് ഗ്രാമറുണ്ടോ? ഒന്നുമില്ല അതിന്. എന്നാൽ ഈ പറയുന്ന ഷഡക്ഷരി എന്ന് പറഞ്ഞാൽ 6 അക്ഷരങ്ങളായതുകൊണ്ടാണ് ഷഡക്ഷരി എന്ന് പറയുന്നത്. ഈ ഷഡക്ഷരിയെ കൊണ്ട് പല പ്രയോഗങ്ങളും ചെയ്യാൻ പറ്റും. വാസ്തവത്തിൽ അതിന് ഈ പറയുന്ന കുണ്ടലിനിയുടെ മൂലകുണ്ടലിനിയുടെ ഊർധ്വഗാമിയായിട്ടുള്ള ചലനത്തെയാണ് സഹസ്രാരം വരെ അത് ചൊല്ലുകയും അവിടെ ഉണ്ടാകുന്ന സ്ഫോടനത്തെയും ഒക്കെയാണ് അത് കുറിക്കുന്നത് ഈ മന്ത്രം. അപ്പോൾ അത് പലതരത്തിൽ അതിൻ്റെ ഉപയോഗമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയണ്ടേ, നാശത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. കുറേയൊക്കെ എന്തിനാ നാശം എന്ന് ചോദിക്കും. അത് പല ഒരു ഉപാസകനാണെന്നുണ്ടെങ്കിൽ ആ ഉപാസകൻ്റെ ഉയർന്ന തലങ്ങളിലേക്കുള്ള സഞ്ചാരത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ എന്നാണ് പ്രധാനമായിട്ടും. എന്നാൽ അത് വെച്ച് തന്നെ നമുക്ക് മറ്റ് പല പ്രയോഗങ്ങളും ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ നമ്മുടെ മൂലമറ്റത്ത് ഈ ഇലക്ട്രിക്കൽ പവർ ഉണ്ടാക്കുന്നുണ്ടല്ലേ, അത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ആ സാധനം എടുത്തിട്ട്, ആ പവർ എടുത്തിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പല മെഷീൻ ചലിപ്പിക്കാനും ഫാക്ടറികളും ഒക്കെ നശിപ്പിക്കാനും നമ്മുടെ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ലൈറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാൻ കറക്കുന്നതിന്, AC ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രയോജനം കൂടെ ഉണ്ട്. നമ്മുടെ ഈ ചെറിയ മുറുക്കാങ്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഫിലമെൻ്റ് ഇങ്ങനെ അതിന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ആയിട്ട് അഗ്നി ഉണ്ടാകും, ബീഡി കത്തിക്കാൻ പറ്റും അതിൽ നിന്ന്. അപ്പോൾ അത് മാത്രം കണ്ടിട്ടുള്ള ഒരാൾക്ക് ഈ മൂലമറ്റത്ത് പവർ ഉണ്ടാക്കുന്ന എന്തിനാണ്? ബീഡി കത്തിക്കാൻ. അത്ര നിസ്സാരമായിട്ട് പോലും പറയാൻ പറ്റുന്ന അർത്ഥം. ഞാൻ
ഇനി ഇതിൽ പേരം താഴ്ന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇത് ഈ പറയുന്ന മന്ത്രസ്പന്ദങ്ങളെ കൊണ്ട്, അതിൻ്റെ സംഘാരങ്ങളെ കൊണ്ട്, അതിൻ്റെ ക്വാണ്ടം സൗണ്ട്സ് കൊണ്ട്, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അത് എന്തിന് എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ, എനിക്ക് വേണ്ടിയിട്ടാണോ, സമൂഹത്തിന് വേണ്ടിയിട്ടാണോ, ഇനി ആണെങ്കിൽ തന്നെയും അതോ വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ, ആണെങ്കിൽ തന്നെ അതിന് ഗുണത്തിനോ ദോഷത്തിനോ, അതോ വേറൊരാൾക്ക് ദോഷം വരുന്നതാണോ അല്ലയോ, ഇതൊക്കെ വേറെ ക്വസ്റ്റ്യൻസാണ്. ഈ ആറ്റം എൻ്റെ സ്ഫോടനം ഉണ്ടാക്കിയത് നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെയുള്ള ആൾക്കാരെ കൊണ്ടാൻ വേണ്ടിയിട്ടാണോ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അതിൻ്റെ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് തന്നെ വലിയ പവർ ജനറേഷനും ഉപയോഗിക്കാമല്ലോ. ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് പവർ ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയാമല്ലോ. ആപ്ലിക്കേഷൻ വൈസാണ് ഇതിനൊക്കെ മറ്റുള്ളവർക്ക് ഉപയോഗമുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെയും അവനവന് വേണ്ടിയിട്ടുള്ളതാണ്. അവനവൻ്റെ ഉയർച്ചയ്ക്ക്, ഏത് തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ശക്തിക്ക് വേണ്ടിയിട്ടാണ്, അതിലുണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാം വേണ്ടി വരികയാണെങ്കിൽ. പിന്നെ അതിൻ്റെ അകത്തെ നന്മതിന്മകൾ അതൊക്കെ കാലത്തിനനുസരിച്ചോ പ്രദേശത്തിനനുസരിച്ചോ വ്യക്തി അനുസരിച്ചോ നന്മയായിട്ടും തിന്മയായിട്ടും ഒക്കെ ഭരിക്കും. പാപപുണ്യങ്ങളായിട്ടൊക്കെ വേണമെങ്കിൽ അതിനെയൊക്കെ പറയാവുന്നതാണ്. ഇവിടെ സയൻസിൽ പാപം പുണ്യം അങ്ങനെയൊന്നുമില്ല. മന്ത്രം സയൻസ് തന്നെയാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് വേണമെന്നോ പാപമാണോന്നോ പുണ്യമാണോന്നോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ മന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ കോഡഡ് മെസ്സേജുകളാണ്, അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള സീക്രട്ട് കീസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതായത് പ്രപഞ്ചത്തിൻ്റെ ഇതിലുണ്ടാകുന്ന ചില സംഘാതങ്ങളായിട്ട് നമ്മൾ മന്ത്രങ്ങളെ കാണുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ചില മന്ത്രങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു അർത്ഥമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമോ ഇല്ല. വളരെ വിചിത്രമായിട്ടുള്ള ചില പദക്രമങ്ങളായിരിക്കും ഉണ്ടാകുക. എസ്പെഷ്യലി ആദിവാസി മാന്ത്രികത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചില പാട്ടുകൾ പോലെയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന വാക്കുകളുടെ ക്രോഡീകരണം കൊണ്ടുണ്ടാകുന്ന ഒരു ശക്തിയോടൊപ്പം സങ്കല്പശക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ട് എന്നൊന്ന് വിശദമാക്കാമോ? അതോടൊപ്പം സങ്കല്പശക്തിക്ക് പ്രാധാന്യമുണ്ടോ ഇല്ലയോ എന്നാണോ ചോദ്യം? അതെ അതെ. അല്ല, ഇവിടെ ഈ സങ്കല്പം യാഥാർത്ഥ്യം അങ്ങനെ രണ്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം തന്നെയാണ് അതിൻ്റെ മൂർത്തരൂപം. അതിൻ്റെ പിക്ചറൈസ്ഡ് ഫോമാണ് ഈ പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതില്ലാതെ തന്നെ അങ്ങനെ ഒരു രൂപത്തോടു കൂടി അല്ലാതെയും ഇത് പ്രവർത്തിക്കും തീർച്ചയാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പം നമ്മളൊരു കഥയിൽ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ തമാശയ്ക്ക് വേണ്ടി ശിഷ്യനെ കളിയാക്കാൻ വേണ്ടി വിഡ്ഢി കൂശ്മാണ്ഡം എന്നൊരു മന്ത്രം പറഞ്ഞു കൊടുത്തു. പക്ഷേ അയാളത് അത്രയും വലിയ മനസ്സിൽ വലിയ സങ്കല്പശക്തിയോടുകൂടി ജപിച്ചത് കൊണ്ട് വളരെ പവർഫുൾ ആയി എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ഈ മന്ത്രത്തിന് ഒരു പവറുണ്ട്, അതോടൊപ്പം ഇത് പറയുന്ന ആളിൻ്റെ ഒരു സങ്കല്പം, അതായത് ഇങ്ങനെ വരണം, അല്ലെങ്കിൽ അതിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ അതിൽ ദൃഢമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തി, ആദരവ്, ഇത് കൂടുതലായിട്ട് ഈ മന്ത്രത്തിനെ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പവർഫുൾ ആക്കുന്നുണ്ടോ? അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ വിഡ്ഢി കൂശ്മാണ്ഡം എന്നാണ് ഗുരു പറഞ്ഞു കൊടുത്തത്. ഇവിടെ ഈ കഥ ഉണ്ടായിട്ടുള്ളത് എന്താണ് ഗുരുവിൻ്റെ മഹിമ എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥയാണത്. ഗുരു ഇതിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഗുരു എന്ന് വെച്ചാൽ എന്താണ്? ദ വൺ ഹു ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആൾക്ക് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഇനി എന്ത് തന്നെ കിട്ടിയാലും നീ ഇന്നത് ചെയ്താൽ മതി, നീ കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഇന്നത് ചെയ്താൽ മതി, എല്ലാത്തിനും അതുകൊണ്ട് ഫലം ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലവത്താണത്. ഒരു ഇപ്പോൾ നമ്മൾ പലരുടെയും കേട്ടിട്ടുണ്ട്, ദൃഷ്ടി കൊണ്ട് പൂർണ്ണദീക്ഷ കൊടുത്ത കഥകൾ പോലെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വെറുതെ ഒന്ന് നോക്കിയുള്ളൂ, പൂർണ്ണദീക്ഷിതനായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഞാൻ പേരെടുത്ത് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ പരിചയമുള്ളവരെന്നല്ല, നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതായിട്ടുള്ള ചില വലിയ ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെയുള്ള ദൃഷ്ടി കൊണ്ട് മാത്രം പൂർണ്ണദീക്ഷ കിട്ടിയ ആൾക്കാരാണ്. അവർക്ക് പുരസ്കരണം ചെയ്യാനോ ഒന്നും ആവശ്യം വരുന്നില്ലായിരുന്നു. അതില്ലാതെ തന്നെ അവർക്ക് സിദ്ധന്മാരായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ സ്വപ്നദീക്ഷയുണ്ട്, അങ്ങനെ പലതരം ദീക്ഷയാവാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഗുരുവിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥയാണിത് ആക്ച്വലി. അവിടെ ഗുരുവിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ തക്കവണ്ണം പാത്രമായി ഇരിക്കുന്ന ഒരാൾ, അവിടെ നിന്ന് ഈ എന്ത് തന്നെ കിട്ടിയാലും, ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു ക്വാണ്ടം സൗണ്ട്, വാട്ട് എവർ ഇറ്റ് ഇസ്, ദർ ഇസ് നോ മീനിങ് അറ്റ് ഓൾ എന്ന് വിചാരിച്ചാലോ ആണെങ്കിൽ പോലും
അത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സങ്കല്പമേ ഇല്ല, അയാൾക്ക് ഒറ്റ സങ്കല്പമേ ഉള്ളൂ, ഇതെൻ്റെ ഗുരുവാണ്, ഗുരുവ് പൂർണ്ണനാണ്, ശിവനാണ്, സാക്ഷാൽ ശിവനാണ്, അതാണ് അയാളുടെ സങ്കല്പം. അല്ലാണ്ട് വേറെ യാതൊന്നും ഈ പറയുന്ന പാത്രത്തിന്, അതായത് സ്വീകർത്താവിന്, അതായത് ശിഷ്യന് അവിടെയില്ല. അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് സാക്ഷാൽ ശിവൻ തന്നെയായിട്ട് വിചാരിച്ചു, അങ്ങനെ വിശ്വസിച്ചു, അങ്ങനെ സ്വീകരിക്കപ്പെട്ടു. ഇനി അവിടുന്ന് ഒരു തെറിവാക്കാണ് അല്ലെങ്കിൽ ഒരു പുലയാട്ടാണ് വിചാരിക്കുക, ആണെങ്കിൽ പോലും അത് മതി അദ്ദേഹത്തിന്. പൂർണ്ണ വിശ്വാസിയാണെങ്കിൽ അതുപോലെ സ്വീകരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ. ഈ ശിഷ്യൻ്റെ സങ്കല്പത്തിൻ്റെ തീവ്രത കൊണ്ടല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറ്റേക്ക് വിശദമായിട്ട് പറഞ്ഞത് കേട്ടോ. അതിനേക്കാൾ ഉപരി യാതൊന്നാണോ ഗുരു കൊടുത്തത് അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ തക്കവണ്ണം ഒരു പാത്രമായിട്ട് നൽകാം. ഒരു ചീനച്ചട്ടി ഇവിടെ വയ്ക്കുക, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക, ഒരു ശകലം വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഈ വെറുതെ ഇരിക്കുന്ന ചീനച്ചട്ടിയിൽ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇരുമ്പാണ്, പിന്നെ അന്തരീക്ഷത്തിൻ്റെ സാമാന്യമായിട്ടുള്ള ടെമ്പറേച്ചർ ലെവലൊക്കെ വെച്ചിട്ടുണ്ട്, ആ വെള്ളം വലിയ ആംശമില്ലാതെ വെറ്റി പോകും. നേരെ വേണ്ടി ചൂടാക്കിയ പാത്രത്തിൽ ഒരു വെള്ളം ഇങ്ങനെ തളിച്ച് കഴിഞ്ഞാൽ ഷീനൊരു ശബ്ദവും കേൾക്കാം, പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് നീരാവിയായിട്ട് മാറി, അതുപോലെ തന്നെ ക്ലീനായിട്ട് ക്ഷീണമായിട്ട് മാറുകയും ചെയ്യും അല്ലേ. ഇവിടെ പാത്ര സ്വീകാര്യം ഇതാ ആ ശിഷ്യന് വളരെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ഒരു അക്ഷരമാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ പോലും അത് മതി. അവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണനായിട്ട് സാക്ഷാത്താകുന്ന ദക്ഷിണാമൂർത്തിയാകുന്ന സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് ആ ഗുരു. നിന്നെ അറിവിന് കിട്ടുന്നത് കൊണ്ട് എന്ത് പ്രയോഗം വേണമെങ്കിൽ ചെയ്യാം. ഈ പുലയാട്ടം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പെട്ടെന്ന് മനസ്സിൽ വന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ തെരുവിളി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സങ്കല്പം എന്താണ്? അത് ഇപ്പോൾ ഈ പേരുകൾ, ഇപ്പോൾ പുലയാട്ട് എന്ന് ഞാനൊരു സാധാരണ രീതിയിൽ ഒരു വാക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ജാതി വെച്ചുകൊണ്ട് പറഞ്ഞതും മറ്റൊന്നും അല്ല കേട്ടോ. പുലം എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം എന്നാണ് അർത്ഥം. പുലയർ എന്ന് വെച്ചാൽ ആ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്നവൻ എന്ന് തന്നെയാണ് അവരുടെ അർത്ഥം. അപ്പോൾ ഈ ജോലി കൊണ്ടാണല്ലോ നമുക്ക് പല ജാതികളും ഉപജാതികളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതും ഇനി ഈ പറഞ്ഞ തെരുവാക്കുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെയും ഏറ്റവും പ്രകൃതിയുമായിട്ട് ഒന്നിച്ചു പോകുന്ന, അഥവാ ഏറ്റവും ബേസ് ലെവലിലാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ പൂജകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് അവരുടെ നിത്യ ജീവിതത്തിൽ എന്താണോ, യാതൊരു സംസ്കാരത്തിലാണോ അവർ കഴിയുന്നത്, അതേ സംസ്കാരത്തിൽ ആയിരിക്കാം അവരുടെ മന്ത്രങ്ങളും അവരുടെ പൂജാവസ്തുക്കളും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ അവർക്ക് നിത്യേന പരിചയപ്പെട്ടതോ ആയിട്ടുള്ള വാക്കുകളൊക്കെ അവിടെ ഉപയോഗിക്കാം. എന്തിനാ ദിവ്യത്വം അങ്ങേയറ്റം ആരോപിക്കുന്ന മറ്റേ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനായിട്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ ആർക്കാ എപ്പോഴും പ്രത്യക്ഷനായിരിക്കുന്നത്? അല്ലല്ല, സ്വാമി മറ്റേ സന്യാസി വില്യമംഗലം സ്വാമിയാർ. വില്യമംഗലം സ്വാമിയാർ മറ്റേ ചേർത്തല ഭഗവതി എങ്ങനെയാണ് പ്രതിഷ്ഠിച്ചത്? ഇതേ വാക്കുകളെ കൊണ്ടല്ലേ. അങ്ങനെയാണ്. ഇതേപോലുള്ള നമുക്ക് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തീരെ അശ്ലീലം എന്ന് പറയുന്നതായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ പ്രശസ്തമായ ഈ ചേർത്തല കാർത്തിയായനിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ ഭാവം അങ്ങനെയാണ്. ആ സമയത്തെ ദേവതയുടെ ഭാവം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവന എങ്ങനെയാണോ അങ്ങനെ ഭഗവതിയും അങ്ങനെയായിട്ട് മാറുകയാണ്. അപ്പോൾ അതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചായിരിക്കാം പൂജകളും മറ്റുമൊക്കെ പിന്നീട് നടക്കുന്നത്. അതിൻ്റെ ഒരു സമ്പ്രദായത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കാവിൽ, കൊടുങ്ങല്ലൂർ കാവിൽ ആ ഒരു സമ്പ്രദായത്തിൽ പൂർവികമായിട്ട് ആചരിച്ച് വന്നത് പിന്നീട് ഒരു പക്ഷേ കുറേ ചേഞ്ചസ് ഉണ്ടായി ഇന്നത്തെ പോലെ സാധാരണ ക്ഷേത്ര സംവിധാനത്തിലേക്ക് വന്നതാകാനാണ് വഴി. അതുകൊണ്ടായിരിക്കണം അതിന്നും തുടർന്ന് വരുന്ന പഴയ ചില ചിട്ടകൾ, ഇങ്ങനെയുള്ള ചില അശ്ലീലപദങ്ങളും കൊണ്ടുള്ള പൂജകളോ ഒക്കെ. അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ബാധ ഉപദ്രവത്തിനെ പറ്റിയാണ്. അപ്പം ബാധ ഉപദ്രവം ഏറ്റിട്ടുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകൾ സൂര്യകാലിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് അതിൽ നിന്ന് മോചിതരാകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അനുഭവസ്ഥരുടെ എക്സ്പീരിയൻസസും ഞങ്ങൾക്ക് അറിയാറുണ്ട്. അപ്പം എപ്രകാരമാണ് ഇത്തരത്തിലെ പ്രശ്നങ്ങളെ
ഒരു സാധാരണ മനുഷ്യന് പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളോ പൂജയോ ഒക്കെ ഇല്ലാതെ ഈ ബാധോപദ്രവത്തിൽ നിന്നും എപ്രകാരം സ്വയം രക്ഷിക്കുവാനായിട്ട് സാധിക്കും? കാരണം എല്ലാ ആളുകളെ സംബന്ധിച്ചും ഒരുപക്ഷെ ഇത്തരത്തിലൊരു കൺസൾട്ടേഷൻ ലഭിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പം നമുക്ക് സാധാരണ ആളുകൾക്ക് എപ്രകാരം അത് പ്രയോജനം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വീട്ടിൽ തന്നെ എന്ത് ക്ലെൻസിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും? ഈ ബാധ എന്ന് പറഞ്ഞാൽ, ബാധ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? സംതിങ് വിച്ച് അഫക്റ്റ് ഓർ അഫ്ലിക്റ്റ്. അതെ, ബാധിച്ചത്. എന്തും നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈവൻ പ്രേതബാധകൾ വരെയുണ്ട് നമ്മുടെ ചുറ്റും. എന്നാൽ നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ പല ശരീരങ്ങളാണ് ഉദ്ദേശിച്ചത്. അന്നമയവും പ്രാണമയവും മനോമയവുമായിട്ടുള്ള ശരീരങ്ങൾ ഇതിനെ റിപ്പൽ ചെയ്യാൻ തക്കവണ്ണം എക്വിപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റും എപ്പോഴും ഉണ്ട്. ഇത് ചിലപ്പോൾ ചിലത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ബാധിച്ചെന്നിരിക്കും. അങ്ങനെയുള്ള അവസരത്തിൽ ഏതു തരം ബാധയാണെന്ന് കണ്ടുപിടിക്കുക. അത് സാമാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശൈവം, വൈഷ്ണവം, ശാക്തേയം എന്നൊക്കെ പറയാൻ പറ്റും. ഏത് തരം ഇപ്പോൾ എല്ലാ എനർജിയും ഏതെങ്കിലും ഈ മൂന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ബ്രോഡ് സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതാദ്യം എന്താണെന്ന് കണ്ടുപിടിക്കും. ഇനി അത് കഴിഞ്ഞാൽ അത് എന്താണ് എൻ്റെ ഉദ്ദേശം, ബാധിച്ചതിൻ്റെ ഉദ്ദേശം. ഹന്തു കാമനാണോ, രന്തുകാമനാണോ, ഭോക്തൃകാമനാണോ, അത് നോക്കും. ഈ പറയുന്ന വ്യക്തിയുടെ ശരീരവും മനസ്സും ഒക്കെ എങ്ങനെ ഏത് തരത്തിലുള്ളതാണ് എന്ന് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഈ ഏതൊരു ക്ലാസിഫിക്കേഷൻ ചെയ്യും ഏതിലേക്ക് ആണ് പെടുത്താൻ പറ്റുക എന്നുള്ളത് നോക്കും. ഇതൊക്കെ വെച്ചുകൊണ്ട് മന്ത്രവാദി അതിനനുസൃതമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് ഇപ്പോൾ ഹോമം ചെയ്യുകയാണെങ്കിൽ എന്താ ആവർത്തിച്ചുള്ള ആ മന്ത്രത്തെ കൊണ്ട് ആവർത്തിച്ച് അഗ്നിയിൽ ഹോമം ചെയ്യുമ്പോൾ അതും ചില പ്രത്യേക തരത്തിലുള്ള ദ്രവ്യങ്ങൾ, ഓരോരോ പ്രയോഗങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ദ്രവ്യങ്ങൾക്ക് മാറ്റം വരുത്തുമായിരിക്കും. അങ്ങനെയുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ഹോമിച്ച് ആ ഒരു മന്ത്രമൂർത്തിയുടേതായിട്ടുള്ള ഒരു എനർജി അവിടെ ഉണ്ടാക്കി, എനർജി ഫീൽഡ് അവിടെ ഉണ്ടാക്കി, അതിൽ അത്രയും വരെയൊക്കെ ആകുമ്പോൾ തന്നെ അത് റിലീസ്ഡ് ആകാറുണ്ട്. ഇനി അഥവാ വേണ്ടി വരികയാണെങ്കിൽ അതിശക്തമായിട്ട് ഈ മന്ത്രവാദി മെൻ്റൽ ആയിട്ടുള്ള സജഷൻ, ആവാഹനമെന്നോ ഉച്ചാടനമെന്നോ എന്താ വേണ്ടത് അത് പറയാൻ പല പ്രയോഗങ്ങളാണല്ലോ. അതൊക്കെ ചെയ്ത് അത് മാറ്റാവുന്നതാണ്. അതിനൊക്കെ പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യസ്തമായിരിക്കാം. ഏത് മന്ത്രം അതിൽ കുറച്ചൊക്കെ ഈ മന്ത്രവാദിയുടെ പാരമ്പര്യവും ഒക്കെ ഒരു പ്രകടമായേക്കാം. ശാക്തേയമായിട്ട് ചെയ്യുന്ന പലരും ഉണ്ടായേക്കാം. ചിലർക്ക് ശൈവമന്ത്രങ്ങളോടൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ. വേറെ ഇതിൽ ഗാണപത്യോ സനൽകുമാരോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്തുകൊണ്ടും ചെയ്യാം. ഇന്നതുകൊണ്ട് വൈഷ്ണവം മന്ത്രങ്ങളെ കൊണ്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത് ഇത് ചെയ്യുന്ന കർമ്മിയുടെ സമ്പ്രദായം ഈ ബാധിച്ചിട്ടുള്ള ബാധാമൂർത്തി എന്നുവെച്ചാൽ മൂർത്തമായിട്ടുള്ളത് എന്നാണ്. അതിനെ ആ മന്ത്രത്തെ മൂർത്തിവൽക്കരിക്കുമ്പോഴാണ് മൂർത്തിയാവുന്നത്. അതിനെ മന്ത്രമൂർത്തി എന്നാണ് സാമാന്യമായിട്ട് പറയുന്നത്. അതിനെ മാറ്റാൻ ഏതൊരു മന്ത്രത്തെ കൊണ്ടാണോ സാധിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ കർമ്മങ്ങൾ, ഹോമോ, തർപ്പണോ, ബലിയോ, പൂജയോ ഒക്കെ ഇന്നത്തെ വരുത്താവുന്നതാണ്. എത്ര കണ്ട് വേണം എൻ്റെ ഇൻറ്റൻസിറ്റി എന്നൊക്കെ ഉള്ളത് ഈ വ്യക്തിക്കനുസരിച്ചിരിക്കും, ഈ ബാധിച്ചിട്ടുള്ള വ്യക്തിയുടെ ഇതിനനുസരിച്ചിരിക്കും. പലപ്പോഴും ഇതൊക്കെ ഒരു മന്ത്രമൂർത്തിയാകണമെന്ന് പോലുമില്ല. വാസ്തവത്തിൽ പലപ്പോഴും ഈ വ്യക്തിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സൈക്കിക് മാത്രമല്ല പലപ്പോഴും എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ സൈക്കിക്കാണോ? ഇതൊക്കെ സൈക്കിക്കാണ്. മെറ്റീരിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ മന്ത്രമൂർത്തികളാണോ? ആണ്. ഇത് പരസ്പരം വേർതിരിക്കാൻ പറ്റാത്ത വിധം ഇതൊക്കെ മെർജാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഈ വരുന്ന വ്യക്തികൾക്ക് അനുസൃതമായിട്ടും കർമ്മിയുടെ ഇതിനോടുള്ള അവൻ്റെ ഉപാസന സമ്പ്രദായത്തിനോടും അനുസരിച്ചിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ ഒരു
ശാക്തേയ മന്ത്രവാദി അവനൊരു മിക്കവാറും ഈ പറയുന്ന ശുദ്ധ സാത്വിക വസ്തുക്കളെ കൊണ്ട് ഒന്നും ആയിരിക്കില്ല. മൃഗബലിയൊക്കെ ചെയ്യുമായിരിക്കാം, മൃഗത്തിൻ്റെ മാംസം ഹോമിക്കുമായിരിക്കാം, രൂക്ഷ വസ്തുക്കളായിട്ടുള്ള കുരുമുളകോ കൊല്ലമുളകോ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് ഹോമം ചെയ്യുമായിരിക്കാം. എന്നാൽ ഒരു സാത്വിക സമ്പ്രദായത്തിലുള്ളവൻ ഇതൊന്നും തന്നെ ചെയ്യുന്നില്ല. അവന് അത് കൂടാതെ ഈ പറയുന്ന സാത്വിക വസ്തുക്കളെ കൊണ്ട് തന്നെ ഇതേ പ്രയോഗങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിലൊരു ആളുകൾക്ക് സ്വന്തം വീട്ടിൽ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വീടെപ്പോഴും ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൂടാതെ തന്നെ കുന്തിരിക്കം പുകയ്ക്കുക. അപ്പോൾ അതൊക്കെ തന്നെയും ഇത് നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. ഇപ്പം നമ്മുടെ സാധാരണ നമ്മുടെ ശരീരം ആരോഗ്യമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കോരുക് എന്ന പണ്ട് ചോദിച്ചൊരു കഥ നമ്മുടെ ഇതിലുണ്ടല്ലോ. അതെ, അവർ 2 പക്ഷികളായിട്ട് വന്നിരുന്നു എന്നും അദ്ദേഹത്തിനോട് ചോദിച്ചു എന്നും. അപ്പോൾ അദ്ദേഹത്തിന് അതിന് മറുപടി എങ്ങനെയാണ്? വേണ്ട സമയത്ത് ആഹാരവും നീഹാരവും നിദ്രയും വ്യായാമവും ഒക്കെ വേണ്ട വിധത്തിൽ ചെയ്താൽ അവന് അരുക്കായിട്ട്, അതായത് രോഗമില്ലാത്ത അവസ്ഥയിൽ അവൻ വർത്തിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ പെരുമാറുന്ന ഇടം, പ്രത്യേകിച്ച് വീട്, സ്വന്തം ശരീരം, അതുപോലെ തന്നെ മനസ്സ്, ഇതൊക്കെ വേണ്ട വിധത്തിൽ ക്ലീൻഡാണെങ്കിൽ, ക്ലെൻസിങ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല. പിന്നെ അവനവൻ്റെ ആത്മബലം, അതിന് ഉപാസന തന്നെയാണ്. ഏത് തരത്തിലുള്ള ഉപാസന എന്നുള്ളതാണ്. അതൊക്കെ അവൻ്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കും, ഓജസ് ഉണ്ടാകും, മഹാലക്ഷ്മി ഉണ്ടാകും. അവിടെ പിന്നെ ഒന്നും ബാധിക്കില്ലല്ലോ. എന്നാലും ബാധിക്കും കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ ആർക്കാണെങ്കിലും അതൊക്കെ ബാധിക്കും. അപ്പോൾ ഒരു ഹൈ എൻഡിലാണ് കൊണ്ട് നമ്മൾ നിർത്തി വയ്ക്കുന്നത് തൽക്കാലത്തേക്ക്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആയുർവേദവും പാരാസൈക്കോളജിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു സെഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ ബാധ ഉപദ്രവങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രന്തുകാമൻ, ഭോക്തൃകാമൻ, അതുപോലെ തന്നെ ഹന്തുകാമൻ, ഈ 3 തരത്തിലുള്ള ബാധകൾ. അപ്പോൾ ആ വിഷയത്തിലേക്ക് എത്തുമ്പോഴാണ് തിരുമേനിക്കിപ്പോൾ നിത്യപൂജയ്ക്കുള്ള സമയമാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ക്ലൈമാക്സ് കൊണ്ടുവച്ച് നമുക്കിവിടെ നിർത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. എന്തായാലും അങ്ങയുടെ ഒരു അനുവാദം എടുക്കുകയാണ്. ഇനി മറ്റൊരു അവസരം കൂടി തരണം, മറ്റൊരു സമയത്ത് കൂടി വരാം, ഒന്ന് സംസാരിക്കണം, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു അവസരം ലഭിച്ചത് തീർച്ചയായിട്ടും തെരേസ മാമിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, ഇന്ത്യയിലേക്കുള്ളൊരു വരവും പുള്ളിക്കാരുടെ ഒരു ഇടപെടലും കൊണ്ടാണ് ഇത്രയും പെട്ടെന്നത് സംഭവിച്ചത്. അപ്പോൾ പുള്ളിക്കാരുടെ പുസ്തകവും എൻ്റെ പുസ്തകവും ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ കഴിയുമെന്നുള്ളവർ അത് വാങ്ങുക, വായിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും പരിശുദ്ധമായി ഈ മനയിൽ വെച്ച് ഇന്ന് ആ പുസ്തകങ്ങൾ 2ഉം റിലീസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഏറ്റവും ധന്യമായൊരു ദിവസമായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ തന്നെ മഴ പെയ്തു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ തുടങ്ങിയ നേരത്ത് മഴ മാറി നിന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്തായാലും ഇതൊരു സ്വപ്നം പോലെ തോന്നുകയാണ്. കാരണം ഈ ഒരു എന്താ പറയുക, ഇവിടെ പ്രകൃതി തന്നെ എല്ലാ പഞ്ചഭൂതങ്ങളുടെ യഥാർത്ഥ സന്നിവേശം നമുക്കിവിടെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങൾ ഇത്രയും നന്നായിട്ട് നിൽക്കുന്നൊരു സ്ഥലത്ത് ഈശ്വരാംശം എന്ന് പറയുന്നത് പ്രകടമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിസ്തർക്കമായ ആ ഒരു വസ്തുത നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയുകയാണ്. എന്തായാലും ഇങ്ങനൊരു അവസരം തന്നതിന് അങ്ങയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് അങ്ങ് കൂടുതൽ സംസാരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.